ശൂന്യമായ മുറികളെ ഭയപ്പെടാത്ത ചിലരുണ്ട്. മറ്റുള്ളവർ നിശബ്ദതയെ ഒറ്റപ്പെടലായി കാണുമ്പോൾ ഇവർക്കത് ആഴത്തിലുള്ള ശാന്തമായ ഒരു ശ്വാസം പോലെയാണ്. തനിച്ചായിരിക്കുമ്പോൾ ഇവർ ഇല്ലാതാകുകയല്ല, മറിച്ച് തങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. ഒരു വിളക്കുമാടും പ്രകാശിക്കാൻ കാണികൾ ആവശ്യമില്ലാത്തതുപോലെ ആരും ശ്രദ്ധിക്കാനില്ലാത്ത നിമിഷങ്ങളിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ജീവൻ തുടിക്കുന്നത്. സൈക്കോളജി പറയുന്നത് ഇതൊരു ബലഹീനയല്ല, മറിച്ച് വളരെ അപൂർവമായ ഒരു ഹൈ വാല്യൂ മൈൻഡ് സെറ്റ് ആണെന്നാണ്. സമൂഹം പലപ്പോഴും ഇങ്ങനെയുള്ളവരെ തെറ്റിദ്ധരിക്കാറുണ്ട്. അഹങ്കാരി, ആരോടും മിണ്ടാത്തവൻ, വികാരമില്ലാത്തവൾ എന്നിങ്ങനെ പല ലേബലുകൾ അവർക്ക് ലഭിക്കുന്നു. സന്തോഷമോ സുഹൃത്തുക്കളോ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നത് എന്ന് പലരും കരുതും. എന്നാൽ വാസ്തവം മറ്റൊന്നാണ്. പലർക്കും ഏകാന്തത എന്നത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, മറിച്ച് ജീവിതം ഏറ്റവും യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്ന ഇടമാണ്. ചില മനുഷ്യരുടെ തലച്ചോർ രൂപപ്പെട്ടിരിക്കുന്നത് തന്നെ ബഹളങ്ങളിൽ നിന്നല്ല, മറിച്ച് നിശബ്ദതയിൽ നിന്ന് ഊർജവും വ്യക്തതയും കണ്ടെത്താനാണെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു പിൻവാങ്ങലായി തോന്നാമെങ്കിലും ഉള്ളിൽ ഇത് സ്വയം കണ്ടെത്തലാണ്. എന്തുകൊണ്ടാണ് ഇവർ തനിച്ചായിരിക്കുമ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നത്? 1. സ്വയം തിരിച്ചറിവ്, സെൽഫ് അവയർനെസ്. ഇവർക്ക് ചിന്തകളും മൂല്യങ്ങളും നിറഞ്ഞ ശക്തമായൊരു ആന്തരിക ലോകമുണ്ട്. കാൾ യുങ്ങിന്റെ ഇൻട്രോവേർഷൻ തിയറി പറയുന്നത് പോലെ പുറം ലോകത്തേക്ക് നോക്കുന്നതിനേക്കാൾ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ ഊർജം ലഭിക്കുന്നത്. 2. വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ. സങ്കടം വരുമ്പോഴോ സമ്മർദ്ദമുണ്ടാകുമ്പോഴോ ഇവർക്ക് മറ്റൊരാളുടെ സാന്ത്വനം വേണമെന്നില്ല. ഒരു കൊടുങ്കാറ്റിന് ശേഷം തനിയെ ശാന്തമാകുന്ന തടാകം പോലെ നിശബ്ദതയിൽ സ്വന്തം മനസ്സിനെ ശാന്തമാക്കാൻ ഇവർക്കറിയാം. 3. ആഴത്തിലുള്ള ചിന്താഗതി. വലിയ ആൾക്കൂട്ടങ്ങളും ബഹളങ്ങളും ഇവർക്ക് മാനസികമായി വലിയ ഭാരമാണ്. വിവരങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഏകാന്തത ഇവർക്ക് ഒരു സംരക്ഷണ കവചമാണ്. 4. സ്വതന്ത്രമായ വ്യക്തിത്വം. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി ഇവർ കാത്തുനിൽക്കാറില്ല. ആരും കാണാനില്ലെങ്കിലും ഇവരുടെ മൂല്യങ്ങൾ മാറില്ല. 5. ബന്ധങ്ങളിലെ ആഴം. ഇവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഉള്ളവരുമായി ആഴത്തിലുള്ള ബന്ധം ഇവർ സൂക്ഷിക്കുന്നു. ഉപരിപ്ലവമായ 100 സംസാരങ്ങളെക്കാൾ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരൊറ്റ സംസാരമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഏകാന്തതയിൽ ചിന്തകൾക്ക് അതിരുകളില്ലാതെ വളരാൻ സാധിക്കുന്നു. അവിടെയാണ് സർഗാത്മകതയും പുതിയ ആശയങ്ങളും ജനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ സ്വന്തം വ്യക്തിത്വവുമായി സമാധാനത്തിലായവരാണ്. സ്വന്തം പാദസ്വരത്തിന്റെ ശബ്ദം ആസ്വദിക്കാൻ സംഗീതം ആവശ്യമില്ലാത്തതുപോലെ സ്വന്തം സാമീപ്യത്തിൽ ഇവർ തൃപ്തരാണ്. അതുകൊണ്ട് നിങ്ങൾ ഏകാന്തത ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ പിന്നിലുമല്ല. കാണികളില്ലാതെ തന്നെ എങ്ങനെ പൂർണ്ണനായിരിക്കാം എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ വാക്കുകൾ നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ കമന്റ് ബോക്സിൽ ഐ റിലേറ്റഡ് എന്ന് രേഖപ്പെടുത്തുക. ഒപ്പം ഇതിൽ ഏത് കാര്യമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്നും പറയുക. ഇത്തരം ആഴത്തിലുള്ള സൈക്കോളജി അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചില മനസ്സുകൾ ജനിച്ചിരിക്കുന്നത് തന്നെ വലിയ ആഴങ്ങൾ തേടിയാണ്. ഈ ഇടം അവർക്കുള്ളതാണ്.